30 വചനങ്ങൾ. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ നിന്ന് ഞാനും അല്ലെങ്കിൽ സാർ പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ട്രാൻസ്ലേഷൻ ചെയ്തത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാനപ്പോൾ വിചാരിച്ചു ഞാൻ എന്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കും. കാരണം ഞാൻ ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങൾ, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് മുന്നമേ ദൈവം എനിക്ക് എല്ലാം ഒരുക്കി തന്നു. അതൊരു വിഷയം ഞാൻ ആദ്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ മാസം എന്റെ മാതാവും പിതാവും നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏകദേശം 18 വർഷത്തിന് ശേഷമാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ പദ്ധതികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം കയറ്റി ഇങ്ങോട്ട് വരുവാനായിട്ടുള്ള ഒരു എക്സ്പെൻസ്, അതിനൊരു ബില്ല് ലോറിക്കാരൻ അയച്ചു തന്നു. ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ഇത് എടുക്കണമെങ്കിൽ, ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എവിടെന്നെങ്കിലും ലോൺ എടുക്കേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ദൈവത്തിന്റെ മക്കളെ തക്ക സമയത്ത് ഞാൻ 4 വർഷം മുമ്പ് ഡൽഹിയിൽ വെച്ച ഒരു സഹോദരനെ പരിചയപ്പെട്ടിരുന്നു. നിസി എന്നാണ് പേര്. അവരുടെ ഭർത്താവ് ഒരു ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ആയിട്ട് മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു. തെലുഗു ഭാഷയിൽ ഒരു ബുക്കിന്റെ പ്രൂഫ് റീഡിങ് ചെയ്തു കൊടുക്കണം. അവർ 4 പ്രാവശ്യം ചെയ്തിട്ടും എങ്ങും അത് സക്സസ് ആയില്ല. ആരെങ്കിലും ഉണ്ടോ എന്ന എനിക്ക് ആവശ്യമായിരുന്ന പണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുന്നു. 36,000 രൂപയാണ് അവിടെ നിന്ന് ലോറി സാധനം കയറ്റി ഇവിടെ കൊണ്ട് തരണമെങ്കിൽ. എല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓൾറെഡി പല ടെൻഷൻസ്, പല കാര്യങ്ങളുണ്ട്, ഇതും കൂടെ ആഡ് ആകുവാണോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, ഞാൻ ആളെ തപ്പി ഞാൻ ചെയ്യിച്ചു തരാം. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇതിന്റെ എമൗണ്ട് ആയിട്ട് ബഡ്ജറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഓഫീസിൽ തന്നിരിക്കുന്നത് 36,300 രൂപയാണ്. ഞാൻ ഒരു നിമിഷം അവിടെ ഇരുന്ന് ഞാൻ ചിന്തിച്ചു, എന്റെ ആവശ്യം 36,000 രൂപയാണ്. ആരോട് ചോദിക്കും, എങ്ങനെ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ ഞാൻ ഇരുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിക്കുന്ന സമയത്താണ് പറയുന്നത് 36,300 രൂപയാണ്. ഇത് ചെയ്തു തരുന്നവർക്ക് ആർക്കാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുമെന്ന്. അത് കേട്ടപാടെ ഞാൻ പറഞ്ഞു, ആ 4 വർഷം മുമ്പ് പരിചയപ്പെട്ടത് ദൈവം നമ്മളെ പരിചയപ്പെടുത്തിയതായിരുന്നു. കാരണം ഇന്ന് ഞാൻ നിന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു മെസ്സേജ് എനിക്ക് കടന്നു വന്നത്. രണ്ടാമതായിട്ട് ഞാൻ വിചാരിച്ചു പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്ത് എഴുതി വെക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ച വിഷയം ഞാനത് എഴുതി വെച്ചിരിക്കുന്നത് നെഹമ്യ പുസ്തകത്തിന്റെ ESV ബൈബിളിൽ 685 പേജിലാണ്. അവിടെ അവർ പട്ടണം നിർമ്മിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച വിഷയം ഇതാണ്, പ്രത്യാശ ദീപം ഒരു കൺവെൻഷൻ ഹാൾ. നമ്മൾ എവിടെയൊക്കെയോ പറഞ്ഞു പോയിട്ടൊരു കാര്യമാണ് ഒരു കൺവെൻഷൻ ഹാൾ. ഇന്നലെ 2 ദിവസമേ ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നപ്പോൾ എന്റെ തൊണ്ടയ്ക്ക് നല്ല വേദനയും എന്റെ സൗണ്ട് വളർന്നിട്ടുണ്ട്. എന്നാലും ഞാൻ തീരുമാനിച്ചു 3-ാം ദിവസം ഞാൻ തന്നെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളത്. ആ തീരുമാനത്തോടെയാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ ഏകദേശം ഒരു 4:10 സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ്, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ആത്മീയമായി എന്തെങ്കിലും എന്നോട് ദൈവം സംസാരിച്ചാൽ ഞാൻ ആരെങ്കിലും പെട്ടെന്ന് പറയും. ഞാനൊരു വ്യക്തിയോട് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് കാര്യം പറഞ്ഞു. ഞാൻ കണ്ട ഒരു സ്വപ്ന ദർശനം ഇങ്ങനെയാണ്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ സൗണ്ടോടെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ സാറ് പുറകിൽ നിന്ന് വിളിച്ചു പറയുകയാണ് സൗണ്ട് വരുന്നില്ല. ഞാൻ രാത്രി പ്രാർത്ഥിച്ച് കിടന്ന വിഷയം ഇതാണ്, ദൈവമേ എനിക്ക് തൊണ്ടയ്ക്ക് വേദനയുണ്ട്, രാവിലെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ ട്രാൻസ്ലേഷൻ എനിക്ക് എത്ര സൗണ്ട് എടുക്കാവോ അത്ര സൗണ്ട് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. സാർ പുറകിൽ നിന്ന് വിളിച്ചു പറയുകയാണ് സൗണ്ട് വരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ കാണുന്നത് ഈ ഹോളല്ല. സാർ പറയുകയുണ്ടായി പുറവശത്തെ ഒരു സ്ഥലത്തിന്റെ കാര്യം. ഞാൻ കാണുന്നത് ഒരു വലിയൊരു ഹോള്. അതിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയത് ആ റോഡിലേക്കാണ്. ഞാൻ ഉടനെ തന്നെ എണീറ്റു. എനിക്ക് കാര്യമാണെങ്കിലും പെട്ടെന്ന് പറയണം. ഞാൻ ആന്റിക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഏകദേശം പ്രാർത്ഥനയ്ക്ക് ഞാൻ വെച്ചിരുന്ന ഒരു കാര്യത്തിന് ഒരു മുന്നോട്ടുള്ളൊരു കാര്യം ദൈവം എനിക്ക് വഴിയൊരുക്കി തന്നു. എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചാൽ മതി. യോനയെ ദൈവം ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ചിലവൊന്നും എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ താൻ തന്റെ ഇഷ്ടപ്രകാരം പോയപ്പോൾ അവിടെ യോനയുടെ പുസ്തകം അതിന്റെ 1:3 എഴുതി വെച്ചിരിക്കുന്നത് താൻ കൂലി കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ 3 ദിവസം തന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ ദൈവം നിയോഗിച്ചതിന് ഒരു കൂലിയും കൊടുത്തില്ല. പ്രാർത്ഥന മാത്രമായിരുന്നു 3 ദിവസം. അതുപോലെ ഞാനും നിങ്ങളും ഇന്നിവിടെ പല പ്രാർത്ഥന വിഷയങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക. തക്ക സമയത്ത്, മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല, തക്ക സമയത്ത് നിങ്ങൾക്ക് നൽകുവാനുള്ള ഉത്തരം
അവന്റെ പക്കൽ തയ്യാറാണ്. എന്നാൽ നമ്മൾ കേട്ട എല്ലാ വചനത്തിന്റെ സന്ദേശത്തെയും ഞാൻ ചുരുക്കി പറയുന്നു. ആദ്യം നമ്മൾ കേട്ടത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഞാനോ നിങ്ങളോ വിചാരിച്ചത് കൊണ്ട് ഒന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കുകയില്ല. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കേട്ടത് ആ മരിച്ചവരുടെ അവസ്ഥയിൽ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങളും എഴുന്നേൽക്കണം, പലരെയും എഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായി കേട്ടത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ യേശുവിനെ തപ്പി ആ മരിച്ചവരുടെ ഇടയിൽ ആ അടക്കിയ സ്ഥലത്തല്ല പോകേണ്ടത്. അവൻ ഉയർത്തെഴുന്നേറ്റു. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾക്ക് മുന്നിൽ അവൻ നിൽക്കുന്നു. അവന്റെ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇന്നലെ രാവിലെ കേട്ട സന്ദേശം ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നപ്പോൾ എനിക്കും സങ്കടം വന്നു. കാരണം ഞാനും അങ്ങനെ ഒരു സെറ്റപ്പിൽ വളർന്നു വന്നൊരു വ്യക്തിയാണ്. പല കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നപ്പോൾ എന്റെ കണ്ണുകളിൽ കൂടെയും വെള്ളം വന്നു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ട് കേട്ടത്, എവിടെയെങ്കിലും ജീവിതത്തിൽ വീണ്ടും ഒരു പുതുക്കം ആവശ്യമാണ് എങ്കിൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ കേട്ടത്. അതിന്റെ എല്ലാം അർത്ഥം പറയട്ടെ, നമ്മൾ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഒരുക്കിയിരുന്നു കഴിഞ്ഞാൽ ഇന്നും പ്രിയ ദേവദാസനിലൂടെ നമുക്കുള്ള വചനം, നമുക്കുള്ള ഉത്തരം ദൈവം തക്ക സമയത്ത് നൽകിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അനുഭവ സാക്ഷ്യം വേണ്ടി നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റേതായിട്ടൊന്നും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തക്ക സമയത്ത് എനിക്കൊരു പിതാവുണ്ട് എങ്കിൽ അവൻ തക്ക സമയത്ത് എനിക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരും. അതുകൊണ്ട് നമുക്ക് ഇനിയും ഈ വചനങ്ങൾ കേട്ടുകൊണ്ട് താഴ്ന്നിരിക്കുന്നവരെ, മരിച്ച അവസ്ഥയിലായിരിക്കുന്നവരെ നമ്മളെ ദൈവം ഏൽപ്പിച്ച ഈ വേലയിലൂടെ നമുക്ക് നേടാം. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച ഇന്ന് നമ്മളോട് കേട്ട സാക്ഷ്യങ്ങളെല്ലാം ഓർമ്മിക്കാം. പല പ്രാർത്ഥന വിഷയങ്ങളും ഇനിയും ഉത്തരം ലഭിക്കാതെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഉത്തരം കിട്ടും വരെ അവർ വെയിറ്റ് ചെയ്തിരിക്കുവാനുള്ള കൃപ ഇന്നത്തെ വചനത്തിലൂടെ അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം. ഹല്ലേലൂയ. ഈ ജിൻസൺ ഈ വിഷയം അവതരിപ്പിച്ചത് കൊണ്ട് ഞാൻ